പ്രൈസ് ദി ലോർഡ്. ഒരു പ്രഭാതം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. തിരുവചനത്തെ നാം പഠിക്കുമ്പോൾ ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായ പല സ്ഥലങ്ങളുടെ പേരും പല വ്യക്തികളുടെ പേരും, അത് കേവലം പേര് മാത്രമല്ല, ആ പേരുകളൊക്കെ നമ്മോട് ചില സന്ദേശങ്ങൾ തരുന്ന പേരുകളാണ്. ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് ചില ആശയങ്ങൾ തരുന്നതാണ്. ചില വ്യക്തികളുടെ പേരുകളൊക്കെ നമ്മെ ചില നല്ല രീതിയിലേക്ക് നയിക്കുന്ന പേരുകളാണ്. നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി നാം എന്നും ഓർത്തിരിക്കേണ്ടതായ ചില പേരുകളുണ്ട്. അങ്ങനെ ഒരു പേരുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തയ്ക്കായി നമുക്ക് തന്നിട്ടുള്ളതായ വിഷയം. അത് മറ്റൊന്നുമല്ല, ഗിലെയാദ്, ഔഷധങ്ങളുടെ നാട്, സൗഖ്യത്തിൻ്റെ ദേശം, സമാധാനത്തിൻ്റെ ദേശം, ഉടമ്പടിയുടെ ദേശം. ആ ദേശത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് അതിന് അടിസ്ഥാനമായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. ഓബദ്യാവിൻ്റെ പുസ്തകം 19-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു: തെക്കേ ദേശക്കാർ ഏശാവിൻ്റെ പർവ്വതവും താഴ്വീതിയിലുള്ളവർ ഫെലിസ്ത്യ ദേശവും കൈവശമാക്കും. അവർ എഫ്രൈം പ്രദേശത്തെയും ശമരിയ പ്രദേശത്തെയും കൈവശമാക്കും. എന്നാൽ ബെന്യാമീൻ ദേശക്കാരോ അതിലൊന്നും പോകാതെ അവർ ഗിലെയാദ് ദേശത്തെ അവകാശമാക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് 585 വർഷത്തിന് മുമ്പ് ഓബദ്യാവ് എന്ന് പറയുന്നതായ ഒരു പ്രവാചകൻ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ദേശത്തെ നോക്കിക്കൊണ്ട്, യെരുശലേമിനെ നോക്കിക്കൊണ്ട് വരുവാനിരിക്കുന്നതായ നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതായ ചില വിഷയങ്ങളെക്കുറിച്ച്, അഗാധമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. എങ്ങനെയെങ്കിലും ഗിലെയാദ് പിടിക്കണം, ഗിലെയാദ് ദേശം കൈവശമാക്കണം. അപ്പോൾ ഇത്ര വിശേഷമായി യാക്കോബ് ഗ്രഹത്തിലുള്ളതായ ഒരു ശേഷിപ്പിനെ ആ ഗിലെയാദ് ദേശത്തിൻ്റെ അവകാശ ഗോത്രങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കാരണം എന്താണ്? എന്താണ് ഗിലെയാദിൻ്റെ അർത്ഥം? തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ഗിലെയാദ് എന്ന് പറഞ്ഞാൽ സൗഖ്യത്തിൻ്റെ നാട്, ഔഷധത്തിൻ്റെ നാട്, വൈദ്യന്മാരുടെ നാട്. അനേക സസ്യങ്ങൾ അവിടെ തഴച്ചു വളരുന്ന ഒരു താഴ്വരയാണ് ഈ ഗിലെയാദ് എന്ന് പറയുന്നതായ ദേശം. ലാബാനും യാക്കോബും തമ്മിൽ എഗ്രിമെന്റ് ചെയ്തതായ ഒരു സ്ഥലം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ വായിക്കുന്നത്: ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും ഇടയിൽ സാക്ഷിയായിരിക്കും. അപ്പോൾ ഒരു ഉടമ്പടിയുടെ നാടാണ്. അതിനുശേഷം നാം വായിക്കുന്നത് യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പ്രവാചകനായ യെരമ്യാവ് പറയുന്നു: ഗിലെയാദിൽ ഔഷധമില്ലയോ, അവിടെ വൈദ്യന്മാരില്ലയോ? അപ്പോൾ ഗിലെയാദ് എന്ന് പറയുന്നതായ ഒരു ദേശം, ഒന്ന് ഉടമ്പടിയുടെ നാട്, രണ്ട് ഔഷധത്തിൻ്റെ നാട്. രോഗികളും ബലഹീനരും ആയിട്ടുള്ളവർക്ക് ഒരു ആശ്രയമായിട്ടുള്ളതായ ഒരു സ്ഥലമാണ് ഗിലെയാദ്. ഇന്ന് നമ്മൾ ഗിലെയാദ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ, അങ്ങനെ ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് നാം ഉച്ചരിക്കുമ്പോൾ തിരുവചനം അത് ശ്രവിക്കുമെങ്കിൽ ആ തിരുവചനം നമ്മോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്: നിങ്ങളിൽ രോഗികളുണ്ടോ? നിങ്ങൾക്ക് മുറിവുണ്ടോ? നിങ്ങൾക്ക് അസമാധാനമുണ്ടോ? നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടോ? വരിക, ഗിലെയാദിലേക്ക് വരിക, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാം, ഞാൻ നിങ്ങൾക്ക് ചേരുന്നതായ ഔഷധം തരാം, നിന്റെ മുറിവിനനുസരിച്ചതായ ചികിത്സ ഞാൻ ചെയ്യാം, നിന്റെ വേദനയ്ക്കനുസരിച്ചതായ ചികിത്സകൾ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. അങ്ങനെ നിന്റെ മുറിവുകൾക്കും വേദനകൾക്കും രോഗത്തിനും യോജ്യമായിട്ടുള്ളതായ ഒരു ഉപദേശം ലഭിക്കുന്നതായ സ്ഥലത്തെയാണ് ഗിലെയാദ് എന്ന് വിളിക്കുന്നത്. അവിടെ ഔഷധമുണ്ട്, പരിമള തൈലമുണ്ട്, അനേകം വിശേഷമായ തൈലങ്ങൾ, വില കൂടിയതും അല്ലെങ്കിൽ ദേശത്തിലെ ലോകത്തിലെ ജനങ്ങൾക്കെല്ലാം സൗഖ്യം കൊടുക്കാൻ തക്കതായ ഔഷധ സസ്യങ്ങൾ തഴച്ചു വളരുന്നതായ ദേശം. ആ ദേശം ഇപ്പോൾ അക്ഷരികമായി യോർദാൻ പ്രദേശത്തിൽ ഉൾപ്പെട്ടതായ ഒരു താഴ്വരയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഗിലെയാദ് എന്നുള്ളതായ ഒരു നാമത്തിൽ കൂടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നാമമുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായ സമാധാനം, ആ ക്രിസ്തുവിൽ കൂടെ നാം പ്രാപിക്കുന്നതായ സൗഖ്യം, നമ്മുടെ സന്തോഷം, നമ്മുടെ സ്വസ്ഥത, നമ്മുടെ ജീവിതത്തിൽ തകരപ്പെട്ടതായ ജീവിതങ്ങൾക്ക് ആശ്വാസവും അത്താണിയും പ്രാധാന്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതായ ഒരു ദേശം, അത് ഗിലെയാദ്. കർത്താവിനെ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ളതായ പാതകളെ കുറിച്ച് നമുക്ക് സാക്ഷീകരിക്കുന്ന ഒരു സ്ഥലം ഗിലെയാദ്.
നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഉടമ്പടികൾ നാം മുറിക്കപ്പെടുമ്പോൾ, അതിനെ ലംഘിക്കുമ്പോൾ നമുക്കൊരു ഉണർച്ച തരുന്ന, ഉപദേശം തരുന്ന, ആലോചന തരുന്ന ഒരു സ്ഥലമാണ് ഗിലെയാദ്. നമ്മെ അത് ഓർപ്പിക്കുന്നു. നമ്മുടെ കുറ്റങ്ങളെക്കുറിച്ച്, നമ്മുടെ പോരായ്മകളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായ അനേക തോൽവികളെക്കുറിച്ച് ഗിലെയാദ് നമ്മോട് ഉപദേശിക്കും. അതിനുശേഷം നമുക്കത് സൗഖ്യം വരുത്തുന്ന, നമുക്ക് ഔഷധം നൽകുന്നതായ, തൈലം നൽകുന്നതായ, നമുക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുന്നതായ ഒരു സ്ഥലം എന്നുള്ളതായ പ്രാധാന്യം അത് നമുക്ക് തരുന്നു. നമ്മുടെ സഹോദരവർഗങ്ങളെ നോക്കുമ്പോൾ അവർ ഫെലിസ്ത്യ ദേശത്തെയും അവർ മറ്റുള്ളതായ താഴ്വരകളെയും ഒക്കെ ഏശാവിൻ്റെ സന്തതികൾ അവർ തെരഞ്ഞു പിടിക്കുകയാണ്, അവർ നെട്ടോട്ടമോടുകയാണ്. ഫലഭൂയിഷ്ടമായിട്ടുള്ളതായ ദേശത്തെ താഴ്വരകളെ പിടിച്ചടക്കുവാൻ ഈ ലോകത്തിൻ്റെ സമ്പത്തുകളും ഈ ലോകത്തിലെ മഹത്വങ്ങളും പേരും മഹിമയ്ക്കും വേണ്ടി അവർ നട്ടോട്ടമോടുമ്പോൾ, എന്നാൽ ഇസ്രായേൽ ദേശത്തിൽ ഒരു ശേഷിപ്പുണ്ട്. ബെന്യാമീൻ ഗോത്രത്തിൽ ഒരു ശേഷിപ്പിനെ ദൈവം ശേഷിപ്പിച്ചു. ആ ശേഷിപ്പിന്റെ മുൻപിൽ, അവരുടെ മുൻപിൽ ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒരു തീരുമാനം, എൻ്റെ ജീവിതത്തിൽ ഗിലെയാദിനെ കൈവശമാക്കണം. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ വലിയൊരു സന്ദേശം, നിന്റെ ജീവിതത്തിൽ മറ്റൊന്നിനേക്കാളും നിന്റെ ജീവിതത്തിൽ സമാധാനം തരുന്നത്, നിന്റെ ഭവനത്തിൽ സ്വസ്ഥത കൊണ്ടുവരുന്നത്, ആശ്വാസം കൊണ്ടുവരുന്നത്, വിടുതൽ കൊണ്ടുവരുന്നത് മറ്റൊന്നുമല്ല, ഗിലെയാദിലെ തൈലം. നിന്റെ ജീവിതത്തിൽ നിന്ന് അത് കൈവശമാക്കുവാൻ സാധിക്കുമെങ്കിൽ, നിന്റെ തലമുറകൾക്ക് അത് കൈവശമാക്കുവാൻ സാധിക്കുമെങ്കിൽ, അത് സമാധാനത്തിന്റെ ദേശമാണ്, അത് സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ദേശമാണ്. അവിടെ കരച്ചിലും കണ്ണുനീരും ഇല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, അവൻ പുതിയ ദേശത്തിലേക്ക് വരുന്നു, അവൻ പുതിയ പ്രത്യാശയുള്ളവനാകുന്നു. അവന്റെ ജീവിതത്തിൽ പലക തത്രപ്പാടുകൾ അവൻ ഉണ്ടെങ്കിലും, പോരായ്മകൾ ഉണ്ടെങ്കിലും, ആ പോരായ്മകൾക്ക് ഒരു പരിഹാരം. എന്നാൽ മറ്റുള്ളവർക്ക്, ഏശാവിന്റെ സന്തതിക്ക് അങ്ങനെയല്ല. അവർക്കെപ്പോഴും വേദനയുണ്ട്, അവരെപ്പോഴും നിലവിളിയാണ്, അവരെപ്പോഴും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പുറകെ ഓടുന്നതായ ഒരു നെട്ടോട്ടം. എന്നാൽ ദൈവം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ശേഷിപ്പോ അവരുടെ ജീവിതത്തിൽ ഗിലെയാദിനെ കൈവശമാക്കണം. നമുക്കിന്ന് ഗിലെയാദിലേക്കുള്ളതായ ഒരു യാത്ര അനിവാര്യമായിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നോക്കി പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ, ധാരാളം വേദനകളും പ്രയാസങ്ങളും കണ്ണുനീരും ഒന്ന് മറ്റുള്ളവരോട് പറയാൻ കഴിയാത്തതായ അനേക ദുഃഖങ്ങളും പേറിക്കൊണ്ട് എത്ര നാളുകൾ നീ ഇങ്ങനെ കണ്ണുനീരിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും? ഒരു കൂട്ടം കണ്ണുനീരൊഴുക്കുന്നതായ ജനങ്ങളെ നോക്കിക്കൊണ്ട് യെരമ്യാ പ്രവാചകൻ പാടിയതായ ഒരു സംഗീതത്തിൻ്റെ ഒരു വരിയാണ്, ഗിലെയാദിൽ ധൈര്യമില്ലയോ? പ്രൈസ് ദി ലോർഡ്. അവിടെ വൈദ്യന്മാരില്ലേ? പിന്നെ നീ എന്തിനിങ്ങനെ കണ്ണുനീരൊഴുക്കുന്നു? നിന്റെ വേദനയ്ക്ക് ഒരു പരിഹാരം ഗിലെയാദിൽ ചെന്നാൽ ഉണ്ടാകുമല്ലോ. ക്രിസ്തുവിൽ കൂടെ നാം അവകാശമാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രബോധിപ്പിക്കുന്നതായ ഒരു നാമം, നീ ഗിലെയാദ് എന്ന ക്രിസ്തുവിലേക്ക് കടന്നു വരിക, അത് നിനക്ക് അവകാശമാക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഗിലെയാദിൽ ധാരാളം ആൾക്കാർ മരുന്നിന് വേണ്ടി അക്കാലത്ത് വന്നുകൊണ്ടിരുന്നു, ഔഷധങ്ങൾക്ക് വേണ്ടി വരുന്നു. ചിലരൊക്കെ മരുന്ന് വാങ്ങിക്കും, അവരുടെ ദേശത്തേക്ക് പോകും, തൈലം കൈക്കൊള്ളും, അവരുടെ നാട്ടിലേക്ക് പോകും. എന്നാൽ ബെന്യാമീൻ ഗോത്രക്കാരെന്ന് പറഞ്ഞാൽ അവർ ഗിലെയാദിനെ കൈവശമാക്കുക. ക്രിസ്തുവിനെ നാം നമ്മുടെ ജീവിതത്തിൽ കൈവശമാക്കുന്ന ഒരു അനുഭവം. നാം ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുന്നവരല്ല, അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടി. അതിന് പറയുന്നത് ടെമ്പററി ഫെയ്ത്ത് എന്നാണ്, അല്ലെങ്കിൽ മിറാക്കുലസ് ഫെയ്ത്ത്. അത്ഭുതങ്ങളും അല്ലെങ്കിൽ താൽക്കാലികമായ ചില വിടുതലുകൾക്ക് വേണ്ടി മാത്രം കർത്താവിൽ ആശ്രയിക്കുന്നവർ. അതിനുശേഷം അത് ലഭിച്ചാൽ നീ നിന്റെ ദേശത്തേക്ക് കടന്നു പോവുക, തിരിച്ചു പോവുക. എന്നാൽ ഗിലെയാദിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ചാണ് ഓബദ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. ബെന്യാമീൻ ഗോത്രമോ അവർ മറ്റുള്ളവരെ പോലെയല്ല, അവർ ഗിലെയാദിനെ കൈവശമാക്കും. നീ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അതാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കും അത് പിടിക്കാമോ? ഒരു ഗിലെയാദ് നിന്നെ പിടിച്ചിരിക്കുകയാണ്. നിനക്ക് ഗിലെയാദിനെ പിടിക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, അതാണ് ഈ ലോകത്തിൽ നിനക്ക് ഏറ്റവും വലിയ സമ്പത്ത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിരുന്നാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തുകൊണ്ട് അവന് പ്രയോജനം? അത് യാതൊരു പ്രയോജനവുമില്ല. അവൻ ഈ ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല, അവനൊന്നും സൃഷ്ടിക്കുവാൻ കഴിയുന്നില്ല. അവന് വലിയ സമ്പന്നനായിരിക്കാം, സമ്പത്തുള്ളവനായിരിക്കാം, അവൻ മഹാനായിരിക്കാം, വലിയൊരു പ്രധാനപ്പെട്ട 4 പേർ അറിയുന്നതായ വലിയൊരു പേരിനുടമയായിരിക്കാം. പക്ഷേ നിന്റെ ആത്മാവിന് സൗഖ്യമില്ല എങ്കിൽ, ഗിലെയാദ് നിനക്ക് അവകാശമായിട്ടില്ല എങ്കിൽ, നിനക്ക് എങ്ങനെ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയും? ഈ ഗിലെയാദ് നിന്നെ വിളിക്കുകയാണ്, നിന്നെ മനോഹരമായി മാടി വിളിക്കുകയാണ്.
വിളിക്കുകയാണ്, വരുവീൻ ബെന്യാമീൻ സന്തതികളെ വരുവീൻ, നിങ്ങൾക്കായി ലഭിച്ചിരിക്കുന്നത്, ആക്കപ്പെട്ടിരിക്കുന്നതായ, നൽകപ്പെട്ടിരിക്കുന്നതായ ഈ ഗിലെയാദ് ദേശം നീ അവകാശമാക്കുക. നീ ചുറ്റി നടന്ന ശമരിയ മലകളിൽ കൂടെ നീ ചുറ്റി നടന്ന് പ്രയാസപ്പെടുന്നത് എന്തിന്? നിന്റെ നാളുകളെ നീ അവിടെ ചുറ്റി നടന്ന് വേദനയോടെ കണ്ണുനീരൊഴുക്കി നീ ആശ്വാസം കൊള്ളുവാൻ ഒരു വഴിയുമില്ലാതെ, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ നീ കഴിഞ്ഞില്ലേ? എന്നാൽ ഈ പ്രഭാതത്തിൽ ഗിലെയാദിലേക്കൊരു യാത്ര, ക്രിസ്തുവിലേക്കൊരു യാത്ര, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ സൗഖ്യത്തെ അവകാശമാക്കുവാൻ വരുവീൻ, ഞാൻ നിനക്ക് സമാധാനം തരാം. ശേഷിപ്പിന്, അല്ലെങ്കിൽ ഈ ഒരു ശേഷിപ്പിനോട് കൊടുക്കുന്നതായ ഒരു സന്ദേശത്തെ കാണുവാൻ തക്കവണ്ണം, കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളും കാതുകളും പ്രകാശിപ്പിക്കണമെങ്കിൽ ജീവിതത്തിൽ സന്ധി ദുഃഖത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ആരും സൗഖ്യമാക്കുവാൻ കഴിവില്ലാതെ നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ഭാരങ്ങളും അനുഭവിക്കുന്നവരാണെങ്കിൽ ദൈവം നിനക്ക് സൗഖ്യത്തെ നിനക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. രക്തസ്രാവമുള്ളതായ ഒരു സ്ത്രീ, അവളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, വൈദ്യന്മാരാൽ അവൾ ഏറിയൊന്ന് സഹിച്ചു, അനേകം അവൾക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റ് അവളുടെ ചികിത്സ ചെയ്തു. പക്ഷെങ്കിൽ അവൾക്ക് യാതൊരു വിടുതലുമില്ല. ഒടുവിൽ അവൾ തീരുമാനിച്ചു, ഞാൻ ഗിലെയാദിലേക്ക് പോകും. ഒരു ഗിലെയാദ് എൻ്റെ ദേശത്ത് ചുറ്റി നടക്കുന്നുണ്ട്. ആ ചുറ്റി നടക്കുന്ന ഗിലെയാദിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രമൊന്ന് തൊടുവാൻ എനിക്ക് സാധിച്ചാൽ അതെനിക്ക് വിടുതൽ തരുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ അങ്ങനെ ചെയ്തു. അവൾക്ക് വിടുതൽ കിട്ടി. മഹത്വകരമായ അനുഭവം, ജീവിതത്തിൽ മറ്റാരോടും വിവരിക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം. രക്തസ്രാവമുള്ള സ്ത്രീ, ആ പുരുഷന്മാരും ആ ദേശക്കാരും ആരും കാണാതെ അവൾ വളരെ വിദഗ്ധമായി പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ വന്ന് അവളുടെ ചിന്ത പോലെ, അല്ലെങ്കിൽ അവൾ തീരുമാനിച്ച കാര്യം ചെയ്യുന്ന ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു രക്തസ്രാവമുള്ള സ്ത്രീ, അവളുടെ കുറിച്ച് തമിഴിൽ പറയുന്നത് പെരുമ്പാടുള്ള സ്ത്രീ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിൽ, അവളുടെ വസ്ത്രങ്ങളിലെല്ലാം വലിയ പാടുകളാണ്. രക്തസ്രാവം അനുഭവിക്കുന്നവളാണ്. അവൾക്ക് സമൂഹത്തിൽ വന്നുകൂടാ. അവളെ സമൂഹത്തിൽ നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ സമൂഹത്തിൽ, അല്ലെങ്കിൽ 4 പേര് കൂടെ നിർത്തുന്ന പ്രത്യക്ഷപ്പെടുവാൻ പാടില്ല. പക്ഷെങ്കിൽ അവൾക്കൊരു തീരുമാനം, എനിക്കിന്ന് ഗിലെയാദിലേക്ക് പോകണം, ആ ഗിലെയാദിലെ ഔഷധം എനിക്ക് ലഭിക്കണമെന്നുള്ളതായ ഒരു ചിന്ത അവളിൽ ഭരിച്ചപ്പോൾ അവളിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാൻ തുടങ്ങി. ആരും അറിയാതെ ഗിലെയാദിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തെ അവൾ തൊട്ടു. യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുന്നുള്ളതായ ഒരു വലിയ പ്രത്യാശ അവളുടെ ജീവിതത്തിൽ വന്നു. അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചു. ആ ഗിലെയാദിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവളെ വിടുതലാക്കി, അവൾക്ക് സൗഖ്യം കൊടുത്തു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിൽ ആരോടും പറയുവാൻ കഴിയാതെ, ആരുടെ മുന്നിലും പ്രസന്റ് ചെയ്യാൻ കഴിയാതെ അനേക കാരണങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണും. അനേക രോഗങ്ങൾ നിനക്ക് കാണും, വേദനകൾ കാണും, അസ്വസ്ഥതകൾ കാണും, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാണും, നിന്റെ കുഞ്ഞുങ്ങളിലെ പ്രശ്നങ്ങൾ കാണും, നീ ജീവിക്കുന്നതായ സമൂഹത്തിൽ പ്രശ്നങ്ങൾ കാണും, ആത്മീക ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണും. ആരോടാണ് പറയുന്നത്? ഒരുത്തരോടും പറയാൻ കഴിയില്ല. പറഞ്ഞാൽ നാണം കേടാം. പക്ഷെങ്കിൽ ഗിലെയാദ് നിന്നെ മാടി വിളിക്കുകയാണ്, വരൂ, നിനക്കുള്ളതായ ഔഷധം ഞാൻ നിനക്ക് തരാം. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ കാണുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിൽ വ്യതിയാനമുണ്ടാകും. നീ മറ്റുള്ളവരുടെ മാന്യതയോടെ നിൽക്കുവാൻ തക്കോണം, സന്തോഷത്തോടെ നിന്റെ മുഖത്തെ കാണിച്ചുകൊണ്ട് ഞാനാണ് നിന്നെ തൊട്ടതെന്നുള്ളതായ ആ ഒരു സന്ദേശം അവൻ്റെ മുൻപാകെ കൊടുക്കുവാൻ, ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം നിന്നെ വ്യത്യാസമുള്ളവനാക്കി തീർക്കും. ദൈവം നിന്നെ ചൈതന്യമുള്ളവനാക്കി തീർക്കും. നിനക്ക് വരുന്നതായ ആ വ്യത്യാസം ലോകം കണ്ട് ആ ഗിലെയാദിനെ കുറിച്ച് കൂടുതൽ മഹത്വത്തോടെ സംസാരിക്കുന്നതിനിടയായി തീരും. നീ നിമിത്തം ദേശം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും, ദേശത്ത് ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടും. ആ ഗിലെയാദിലേക്കുള്ള യാത്ര ഈ പ്രഭാതത്തിൽ നിനക്ക് അനിവാര്യമായിരിക്കുന്നു. അത് യാത്ര മാത്രമല്ല, അതിനെ അവകാശമാക്കുവാൻ, ഗിലെയാദിനെ അവകാശമാക്കുവാൻ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്റെ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നു. ഈ ബെന്യാമീൻ ഗോത്രത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഗിലെയാദിനെ അവകാശമാക്കുവാൻ, നിനക്ക് സ്വന്തമാകുവാൻ, നിനക്ക് ആവശ്യമുള്ള ഔഷധങ്ങളും വൈദ്യങ്ങളും എല്ലാം അവിടെ നിന്ന് ലഭിക്കേണ്ടതിന്, നിന്റെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകേണ്ടതിന് ആ ഗിലെയാദ് നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ വിളിക്കുന്നു. ആ വിളി കേൾക്കാൻ തക്കവണ്ണം നിനക്കും നിന്റെ തലമുറകൾക്കും നിന്റെ കുടുംബത്തിനും ഈ ഭാഗ്യം, ഈ ശബ്ദത്തിന്റെ ഭാഗ്യം ഉണ്ടാകുമാറാകട്ടെ. ആ ഗിലെയാദിന്റെ വിളികളെ കേൾക്കാൻ തക്കവണ്ണം ദൈവം നിന്നെ സഹായിക്കട്ടെ, നിന്റെ കുടുംബത്തെ സഹായിക്കട്ടെ, തലമുറകളെ സഹായിക്കട്ടെ, നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ, ദേശത്തെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.